ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വണ്ടർലസ്റ്റ് സ്റ്റേജയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പൊന്മുടി ഹിൽ സ്റ്റേഷനിലേക്കാണ്. തിരുവല്ലയിൽ നിന്ന് ഏകദേശം 140 കിലോമീറ്ററാണ് പൊന്മുടിയിലേക്ക്. രാവിലെ 8 മണിയോടുകൂടിയാണ് പൊന്മുടിയിലേക്കുള്ള ചെക്ക് പോസ്റ്റ് തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ ഒരു 5 മണിക്ക് തന്നെ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചിരുന്നു. നമ്മുടെ 2 ഫ്രണ്ട്സ് കൊട്ടാരക്കരയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 49 കിലോമീറ്ററാണ് തിരുവല്ലയിൽ നിന്ന് കൊട്ടാരക്കരയ്ക്ക്. നമ്മളൊരു 5:45 കൊട്ടാരക്കര എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 27 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിയുമ്പോൾ നിലമേൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടുന്ന് ഇടത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. പോകും വഴി നമുക്ക് വലത് സൈഡിലായി ജഡായി പാറ കാണാവുന്നതാണ്. ഇതാണ് ചടയമംഗലം. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് മലയുടെ മുകളിലായി ജഡായുവിൻ്റെ സ്റ്റാച്യു കാണാവുന്നതാണ്. ഇതാണ് ധനമേൽ ജംഗ്ഷൻ. ഇവിടെ നിന്ന് ഇടത്തേക്കുള്ള വഴിയിലാണ് നമുക്ക് പോകേണ്ടത്. പോകും വഴി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഞങ്ങൾ ഒരു കടയിൽ കയറി. ചെറിയ കടയായിരുന്നെങ്കിൽ തന്നെയും നല്ല ഭക്ഷണമായിരുന്നു. ഗാർഡ് സെക്ഷൻ തുടങ്ങുന്നു എന്ന സൂചനയുമായി ചെറുവളവുകളും തിരിവുകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ഈ വഴികളിലൂടെ ബൈക്കിൽ സഞ്ചരിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നേരെ മുന്നിലായി കാണുന്നതാണ് മീൻമുട്ടി വാട്ടർഫോൾസിലേക്കുള്ള എൻട്രൻസ്. നമ്മൾ തിരികെ വരുമ്പോൾ ഇവിടെ കയറുന്നതാണ്. ഇതാണ് പൊന്മുടി എക്കോ ടൂറിസത്തിൻ്റെ ചെക്ക് പോസ്റ്റ്. ഇവിടെ എനിക്ക് എൻട്രി പാസ്സായിട്ട് 45 രൂപയായിരുന്നു അടയ്ക്കേണ്ടത്. അതായത് അഡൽട്ടിൻ്റെ ഒരു ചാർജ് 30 റുപ്പീസും പിന്നെ 2 വീലറിൻ്റെ 15 റുപ്പീസും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ വരുമ്പോൾ ക്യാഷ് കൈ കരുതണം. കാർഡ് ഫെസിലിറ്റീസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പൊന്മുടി ഹിൽ ടോപ്പ് വരെ മൊത്തം 22 ഹെയർ പിൻ വളവുകളുണ്ട്. പോകും വഴി നമുക്ക് ഒരുപാട് വ്യൂ പോയിൻറ്റുകൾ കാണാവുന്നതാണ്. ഇപ്പോൾ ഈ കാണുന്ന ചെറിയ ചെറിയ തേയിലത്തോട്ടങ്ങളാണ്. നമ്മൾ വന്ന വഴിയാണ് ആ കാണുന്നത്.
ഇവിടെ ഈ ഇടത് സൈഡിലായിട്ട് ഒരു ക്യാൻറ്റീനൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ പൊന്മുടി ഹിൽസിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ്. വണ്ടികളെല്ലാം പാർക്ക് ചെയ്യേണ്ടത് ഇവിടെയാണ്. ഇവിടെ ഇനി പാർക്കിംഗ് ഫീ ഒന്നും അടയ്ക്കേണ്ടതായിട്ടില്ല. അത് നമ്മൾ ചെക്ക് പോസ്റ്റ് വെച്ച് അടച്ചിരുന്ന ആ ഒരു ഫീ മാത്രമേ ഉള്ളൂ. ഇതാണ് ഉള്ളിലേക്ക് പോകാനുള്ള എൻട്രൻസ്. മുകളിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നന്നേ വെയിലുണ്ടെങ്കിലും ചൂട് അനുഭവപ്പെടുന്നതല്ല. അതിന് കാരണം ഈ ശക്തമായി വീശുന്ന തണുത്ത കാറ്റ് തന്നെയാണ്. അവിടെ മുകളിലായി കാണുന്ന ഒരു വ്യൂ പോയിൻ്റാണ്. ഒരു പ്ലാറ്റ്ഫോമൊക്കെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ താഴെയായിട്ട് കുറച്ച് തേയിലത്തോട്ടവും അതും ഇതൊക്കെ ഉണ്ട്. ആ കാണുന്നത് നമ്മൾ വന്ന വഴിയാണ്. പിന്നെ നമ്മൾ മുമ്പേ ഒരു ടൈം ലാപ്സ് ഇട്ട പൊസിഷനാണ് ആ കാണുന്ന ബിൽഡിംഗ് ഒക്കെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ടൈം ലാപ്സ് എടുത്ത സ്ഥലമാണ്. നമ്മളിനി തിരിച്ച് മീൻമുട്ടിയിലേക്ക് പോവുകയാണ്. ഞാനിപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെ ഇപ്പോൾ ക്യാൻറ്റീൻ ഒന്ന് കാണിച്ചു തരാം വെളിയിൽ നിന്ന്. ഇതിന് മുമ്പിലായി കാണുന്നതാണ് ഇവിടുത്തെ ക്യാൻറ്റീൻ. ഉച്ച സമയമാകുമ്പോൾ ഊണൊക്കെ കഴിക്കാനായിട്ട് മീൻമുട്ടിക്ക് തൊട്ട് മുമ്പായിട്ട് കുറേ ഇതുകൂട്ട് വീട്ടിലെ ഊണ് ഉള്ള സ്ഥലങ്ങൾ കിട്ടുന്നതാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു കടയിൽ കയറി. അത്യാവശ്യം ഇവരുടെ വീട് തൊട്ട് പുറയിൽ കട ഫ്രണ്ടിലായിട്ടുമൊക്കെയാണ്. അത്യാവശ്യം നല്ല ഫുഡാണ്, നല്ല രുചിയുള്ള ഫുഡൊക്കെയാണ്. ഇവിടെ വലിയ റേറ്റൊന്നുമില്ല. ഊണിനൊക്കെ 50 രൂപയേ ഉള്ളൂ. പൊതുവേ ഈ ടൂറിസ്റ്റ് ഏരിയയുടെ അടുത്തൊക്കെ ആണെങ്കിലും നമുക്ക് ഫുഡിനൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇനി മീൻമുട്ടിയിലെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. വീഡിയോ കണ്ടതിന് ശേഷം പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.